Hi guys, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രീമിയർ പ്രോയിൽ കളർ കറക്ഷനും കളർ ഗ്രേഡിംഗ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ എന്താണ് കളർ കറക്ഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷറും കളറും നമ്മൾ കറക്ഷൻ ചെയ്യുന്നതിനാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് കളർ ഗ്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കളറിനെ മറ്റൊരു കളറിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ ഗ്രേഡിംഗ് ചെയ്യാനായിട്ട് ആദ്യം ലുമെട്രിക് കളർ പാനലും അതുപോലെ ലുമെട്രിക് സ്കോപ്പ് പാനലും ഓപ്പൺ ആക്കുക. ലുമെട്രിക് സ്കോപ്പ് പാനലിൽ ഞാൻ വെക്ടർ സ്കോപ്പ്, RGB പാരഡ്, അതുപോലെ ലൂമ വേവ് ഫോം, ഈ 3 സ്കോപ്സാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. വേവ് ഫോമും നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനും വെക്ടർ സ്കോപ്പും പാരഡയും നമുക്ക് കളർ ബാലൻസ് ചെയ്യാനും. അപ്പോൾ അത് ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ബേസിക് കറക്ഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ബേസിക് കറക്ഷൻസിൽ നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് ലെഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ലോഗ് ഫുട്ടേജിലൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ നമുക്കതിന് ബേസിക് കറക്ഷൻസ് ചെയ്യാൻ വേണ്ടി ലെഡ്സ് അപ്ലൈ ചെയ്യാം. അത്തരം ലെഡ്സാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നോക്കിയാൽ വൈറ്റ് ബാലൻസ് സെലക്ടർ എന്നുള്ളൊരു ടൂൾ കാണാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളെ വീഡിയോയിൽ വൈറ്റ് കളറിൽ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ബാലൻസ് ആവും. ഇത് പക്ക പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, അപ്പോൾ നമ്മളിത് കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, അതുപോലെ ബ്ലാക്ക്സ്. ഇതിനകത്തിപ്പോൾ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ എക്സ്പോഷർ കൂട്ടാനും കുറക്കാനുമായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നോക്കിയാൽ കോൺട്രാസ്റ്റ് നമ്മൾ കൂട്ടുമ്പോൾ നമ്മുടെ ഹൈലൈറ്റിൻ്റെയും ഷാഡോൻ്റെയും ഡിഫറൻസ് കൂടുകയും ചെയ്യും. അതുപോലെ നമ്മൾ കോൺട്രാസ്റ്റ് കുറക്കുകയാണെങ്കിൽ ഹൈലൈറ്റിൻ്റെയും ഷാഡോസിൻ്റെയും ഡിഫറൻസ് കുറയുകയും ചെയ്യും. നമ്മൾ ഈ കോൺട്രാസ്റ്റ് എന്നുള്ളൊരു സ്ലൈഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഹൈലൈറ്റ്സും ഷാഡോസും ഈ 2 സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുന്നതിന് പകരം നമ്മൾ ഹൈലൈറ്റ്സ് കൂട്ടുകയും ഷാഡോസ് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിപ്പോൾ കോൺട്രാസ്റ്റ് കുറക്കുന്നതിന് പകരം നമുക്ക് ഹൈലൈറ്റ്സ് കുറയ്ക്കുകയും ഷാഡോ കൂട്ടുകയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. അത് കഴിഞ്ഞ് നോക്കിയാൽ വൈറ്റ്സും ബ്ലാക്ക്സും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവ് ഫോമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വേവ് ഫോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമുക്ക് 0 to 100 ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് 0s ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത്, അതുപോലെ 100 വൈറ്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കുറക്കുകയാണെങ്കിൽ നമ്മുടെ വേവ് ഫോമിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ബ്ലാക്ക് വീണ്ടും താഴോട്ട് വരും, അതുപോലെ കൂട്ടിയാൽ മുകളിലേക്കും പോകും. ഈ സെയിം തന്നെയാണ് നമ്മൾ വൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. കുറക്കുമ്പോൾ വൈറ്റിൽ നിന്ന് കുറയുകയും ചെയ്യും, അതുപോലെ വൈറ്റ് കൂട്ടുമ്പോൾ കൂടുതൽ വൈറ്റിലേക്ക് ആവുകയും ചെയ്യും. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ നമ്മൾ കുറക്കുമ്പോൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും, അതുപോലെ നമ്മൾ സാച്ചുറേഷൻ കൂട്ടുമ്പോൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ബേസിക് കറക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ക്രിയേറ്റീവിലേക്ക് പോകാം. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലുക്സ് കാണാം. ഇവിടെയാണ് നമ്മൾ ശരിക്കും കളർ ഗ്രേഡിങ്ങിൻ്റെ ലഡ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപ്ലൈ ചെയ്ത ലഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ നമുക്കിവിടെ താഴെ കാണുന്ന ഇൻറ്റൻസിറ്റി എന്നുള്ള സ്ലൈഡർ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താൽ മതി. ഫെയ്ഡഡ് ഫിലിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെയ്ഡഡ് ഫിലിമിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിത് കർവ്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കർവ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നോക്കിയാൽ ഷാർപ്നെസ്. ഇപ്പോൾ നമ്മൾ ഷാർപ്നെസ് കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഷാർപ്പായിട്ട് തോന്നും, അതുപോലെ ഷാർപ്നെസ് കുറക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബ്ലറി ആയിട്ട് തോന്നും. അത് കഴിഞ്ഞ് നോക്കിയാൽ വൈബ്രൻസും സാച്ചുറേഷൻസ് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വൈബ്രൻസ് നമ്മളിപ്പോൾ കൂട്ടുകയാണെങ്കിൽ എനിക്കിവിടെ വെക്ടർ സ്കോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ വൈബ്രൻസ് കൂട്ടുന്ന സമയത്ത് കളേഴ്സൊക്കെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പം സാച്ചുറേഷൻസ് ആണ് കൂട്ടുന്നതെങ്കിൽ കളേഴ്സ് തമ്മിൽ ബാലൻസ്ഡ് ഒന്നും ആവാണ്ട് ഡയറക്റ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രം എല്ലാ കളറിനെയും ഒരുപോലെ കൂട്ടുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ വൈബ്രൻസും സാച്ചുറേഷനും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. എനിക്കൊന്നും പല സാഹചര്യങ്ങളിലും നമ്മൾ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വൈബ്രൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് കഴിഞ്ഞ് നോക്കിയാൽ ഷാഡോ ടിൻറ്റ്, അതുപോലെ ഹൈലൈറ്റ് ടിൻറ്റ്, പിന്നെ ടിൻറ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഷാഡോ ടിൻറ്റും ഹൈലൈറ്റ്സ് ടിൻറ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഷാഡോ ടിൻറ്റിൽ നമ്മളൊരു കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ബ്ലൂവിലേക്ക് അപ്ലൈ ചെയ്തു. നിങ്ങൾക്കിവിടെ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ഷാഡോൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം ബ്ലൂ അപ്ലൈ ആവും. അപ്പോൾ ഞാനിത് മാറ്റി ഈ ഹൈലൈറ്റിൻ്റെ ടിൻറ്റ് ഞാൻ റെഡ് ആക്കുകയാണ്. അപ്പോൾ കണ്ടോ ഹൈലൈറ്റ്സിൽ മാത്രം ആ ഒരു റെഡ് അപ്ലൈ ആയി. ഇതിനകത്ത് ഷാഡോ ടിൻറ്റും ഹൈലൈറ്റ് ടിൻറ്റും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ടിൻറ്റ് ബാലൻസ് എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കർവ്സ് നോക്കാം. കർവ്സിൽ നമുക്ക് 2 ടൈപ്പ് കർവ്സ് ആണുള്ളത്, RGB കർവ്സും ഹ്യൂ സാച്ചുറേഷൻ കർവ്സും. RGB കർവ്സിൽ ലൂമ, റെഡ്, ഗ്രീൻ, ബ്ലൂ ഇങ്ങനെ 4 കർവ്സാണ് ഇതിനകത്തുള്ളത്.
ഇതിനകത്ത് ലൂമിനൻസ് കർവിൽ നമുക്ക് ബേസിക് കറക്ഷനിൽ നേരത്തെ കണ്ട എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, ബ്ലാക്ക്സ്, വൈറ്റ്സ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലൂമ കർവിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ലൂമിനൻസ് കർവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എൻഡ് പൊസിഷനിൽ ഇവിടെ കാണുന്ന ഈ പോർഷനാണ് നമ്മുടെ ബ്ലാക്ക്സ്, അത് കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മുടെ ഷാഡോസ്, അത് കഴിഞ്ഞ് ഇവിടെ മിഡ് ടൂൺ, ഇത് ഹൈലൈറ്റ്, അതുപോലെ ഇപ്പുറത്തെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് വൈറ്റും. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മിഡിലൊരു പോയിൻ്റ് ആഡ് ചെയ്യാം. അത് മുകളിലോട്ട് നീക്കിയാൽ എക്സ്പോഷർ കൂടും, അതുപോലെ താഴോട്ട് നീക്കിയാൽ എക്സ്പോഷർ കുറയും. ഇനിയിപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഷാഡോസ്, മിഡ് പോയിൻറ്റ്, ഹൈലൈറ്റ്സ് ഇവിടെയൊക്കെ ഓരോ പോയിൻ്റ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹൈലൈറ്റ് കുറച്ച് കൂട്ടുക, അതുപോലെ ഷാഡോസ് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് കൂടി. നമുക്കിതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കുറക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ഫെയ്ഡിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഈ ബ്ലാക്കിലെ പോയിൻ്റ് നമ്മൾ കുറച്ച് മുകളിലേക്കും അതുപോലെ റൈറ്റിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിലിം ഫെയ്ഡ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഈ സെയിം മെത്തഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബാക്കി റെഡ്, ഗ്രീന്, ബ്ലൂ ഈ 3 കർവ്സും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഹ്യൂ, സാച്ചുറേഷൻ കർവ്സ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്നുള്ളൊരു കർവ് കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സ് ആക്സിസിൽ ഹ്യൂവും അതുപോലെ നമ്മളിത് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സാച്ചുറേഷനുമാണ് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ കളർ പിക്ക് ടൂൾ വെച്ചിട്ട് നമുക്കിപ്പോൾ കളർ പിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ പിക്ക് ചെയ്തു. ഇനി നമ്മുടെ ഇഷ്ടത്തിന് കളർ പിക്ക് ചെയ്താൽ മതി എന്നാണെങ്കിൽ നമുക്ക് ഗ്രാഫിൽ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ യെല്ലോൻ്റെ ഒരു ചെറിയ ഭാഗവും ഗ്രീനുമാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ ഈ പോയിൻറ്റ് എക്സ് ആക്സിസിൽ താഴോട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ കുറയുന്നതും കൂടുന്നതായിട്ട് കാണാം. ഇനി അടുത്ത ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂ വേഴ്സസ് ഹ്യൂ. നമുക്കിപ്പം ഏതെങ്കിലും ഒരു കളറിൻ്റെ ഹ്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ ആദ്യം പിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഹ്യൂ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ കളറിൻ്റെയൊക്കെ ഹ്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കർവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കളറിൻ്റെയും സാച്ചുറേഷൻ, ഹ്യൂ, ലൂമ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂ വേഴ്സസ് ലൂമ. അപ്പോൾ ഈ കർവിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂമിനൻസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലൂമിനൻസ് കുറക്കാനും കൂട്ടാനുമായിട്ട് പറ്റും. ഞാനിവിടെ ഗ്രീനിൻ്റെ ലൂമിനൻസ് കുറച്ചു. ഇനി നമുക്കിത് കൂട്ടി നോക്കാം. ഇനി അടുത്ത കർവ് നോക്കുകയാണെങ്കിൽ ലൂമ വേഴ്സസ് സാച്ചുറേഷൻ. അപ്പോൾ ഈ ഒരു കർവിൽ നമുക്ക് ലൂമിനൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലാക്കും അതുപോലെ റൈറ്റ് സൈഡിലേക്കാണ് വൈറ്റ്സും. അപ്പോൾ ഇതിനകത്ത് ഞാൻ മിഡ് പോയിൻ്റിൽ നിന്ന് ഡാർക്ക് ഏരിയയിലേക്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ഡാർക്ക് ഏരിയൻ്റെ സാച്ചുറേഷൻ ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ ഷാഡോസിൻ്റെ ഏരിയയിൽ അതുപോലെ ബ്ലാക്സിൻ്റെ ഏരിയയിലൊക്കെ സാച്ചുറേഷൻ കുറഞ്ഞു. ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഷാഡോസൊക്കെ സാച്ചുറേറ്റ് ആവും. ഇനി നമുക്കടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ. ഇപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാച്ചുറേഷൻ കുറഞ്ഞ പോർഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ കൂടിയ പോർഷൻ. അപ്പോൾ ഞാൻ സാച്ചുറേഷൻ കുറഞ്ഞ പോർഷനിൽ സാച്ചുറേഷൻ കൂട്ടാൻ വേണ്ടി ഇതുപോലെ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ ആ സാച്ചുറേഷൻ കുറഞ്ഞ പോയിൻ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് സാച്ചുറേഷൻ കുറഞ്ഞ ആ ഏരിയൻ്റെ സാച്ചുറേഷൻ കൂട്ടാനായിട്ട് പറ്റും. വെക്ടർ സ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാവും. ഞാൻ ഈ കർവ് ഇനേബിളും ഡിസേബിളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെക്ടർ സ്കോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡിഫറൻസ്. അടുത്തത് നമുക്ക് എന്താണ് കളർ വീൽസ് എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ഷാഡോസ്, മിഡ് ടൂൺ, ഹൈലൈറ്റ്സ് ഇത് മൂന്നിൻ്റെയും കളർ ടൂണും എക്സ്പോഷറും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ സൈഡിൽ കാണുന്ന സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഷാഡോസിൻ്റെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. നമ്മളിനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് റീസെറ്റ് ആവും. ഇനി നമുക്ക് മിഡ് ടൂണിൻ്റെയും അതുപോലെ ഹൈലൈറ്റ്സിൻ്റെയും കൂടെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് കളർ വീലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഷാഡോസിൽ ഞാനിപ്പോൾ ഒരു ബ്ലൂ കൊടുത്തു ഉണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഷാഡോസിൻ്റെ ഏരിയയിലൊക്കെ ബ്ലൂ ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം മിഡ് ടൂണിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മിഡ് ടൂൺസിലാണ് വരിക, ഷാഡോസിലല്ല മിഡ് ടൂൺസിലാണ് വരിക. അതുപോലെ ഞാനിപ്പോൾ ഹൈലൈറ്റിലൊരു യെല്ലോ ആണ് കൊണ്ടുവരുന്നതിൽ കണ്ടോ, ഈ ഹൈലൈറ്റായിട്ട് വൈറ്റ് പോർഷനിലൊക്കെ ഒരു യെല്ലോൻ്റെ ടൂൺ വന്നു. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ HSL സെക്കൻഡറി. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ വീഡിയോയിൽ ഒരു പ്രത്യേക കളർ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോർഷൻ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് കാണാം: കീ, റിഫൈൻ, അതുപോലെ കറക്ഷൻ. ആദ്യം നമുക്ക് കീ എന്താണെന്ന് നോക്കാം. കീയിലാണ് നമ്മൾ സ്പെസിഫൈഡ് കളർ അല്ലെങ്കിൽ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ടൂൾ അവൈലബിൾ ആണ്. ഒന്ന് കളർ പിക്ക് ചെയ്യാനുള്ളത്, ഒന്ന് കളർ ആഡ് ചെയ്യാനുള്ളത്, അതുപോലെ ഒന്ന് കളർ റിമൂവ് ചെയ്യാനുള്ളത്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനസ് ഈ 3 സ്ലൈഡറും വെച്ച് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.
ഇനി അതിൻ്റെ താഴെ നമുക്ക് മാസ്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഗ്രീനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഗ്രീൻ സെലക്ട് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനസ് എന്നുള്ള സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കളറും സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് റിഫൈൻ എന്നുള്ള ഓപ്ഷൻ. ഇതിനകത്ത് നമുക്ക് ഡിനോയ്സും അതുപോലെ ബ്ലറും കാണാം. ഡിനോയ്സ് ഞാൻ കംപ്ലീറ്റ്ലി 100 ആക്കി. അത് കഴിഞ്ഞ് ബ്ലർ നമ്മൾ ഫെദറൊക്കെ കൊടുക്കുന്ന പോലെ കുറച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 5 സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറക്ഷൻസ് നോക്കാം. ഇതിനകത്തിപ്പം മാസ്കിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ മാസ്ക് ഡിസേബിൾ ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഇത് ഇൻവേർട്ടായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവേർട്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ കളർ വീൽ കാണാം. നമുക്കിപ്പം 3 കളർ വീൽ ഉപയോഗിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിവിടെ മുകളിൽ കാണുന്ന ഈ 3 കളർ വീലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാലും ഈ 3 കളർ വീൽസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കളർ വീൽസിൽ എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് ആ സെയിം രീതിയിൽ തന്നെയാണ് ഇതും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രമായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുക. ഇനി നമ്മളതിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ, ടിൻറ്റ്, കോൺട്രാസ്റ്റ്, ഷാർപ്പ്നെസ്, സാച്ചുറേഷൻ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് നോക്കി കഴിഞ്ഞാൽ വിഗ്നെറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ കോർണേഴ്സിനും അതുപോലെ എഡ്ജസിലേക്ക് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള എഫക്റ്റ് കൊടുക്കാനും അതുപോലെ വ്യൂവറിനെ സെൻറ്റർ പൊസിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനും വേണ്ടി. അതിനുശേഷം നമുക്ക് എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എഫക്റ്റിൻ്റെ എമൗണ്ട് എത്രത്തോളം വേണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ മിഡ് പോയിൻറ്റ് എന്ന് വെച്ചാൽ ഇത് സെൻറ്റർ പോയിൻറ്റിലേക്ക് വേണോ അതോ ഔട്ടർ സൈഡിലേക്ക് വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ റൗണ്ട്നെസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ്, നമ്മുടെ ഈ എഫക്റ്റിൻ്റെ ഷേപ്പ് സർക്കിളിലായിരിക്കണോ അതോ റെക്റ്റാങ്കിളിലായിരിക്കണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഫെദർ നമുക്ക് സ്മൂത്തായിട്ട് വരുന്ന രീതിയിൽ ഒരു 75 ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലുമെട്രിക് കളർ എഫക്ട്സ് മാത്രമേ ഇതിനകത്ത് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേറെയും ലുമെട്രിക് കളർ എഫക്ട്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനിവിടെ ആഡ് ലുമെട്രിക് കളർ എഫക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 2 ലുമെട്രിക് കളർ എഫക്ട്സ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളർ കറക്ഷനും രണ്ടാമത്തെ നമുക്ക് കളർ ഗ്രേഡിങ്ങിനും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് പ്രീമിയർ പ്രോയിൽ നമുക്ക് കളർ കറക്ഷനും കളർ ഗ്രേഡിങ് ചെയ്യാനുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വേറെയും ട്യൂട്ടോറിയൽസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.